8 വീക്ക് വർക്കൗട്ട് പ്ലാനിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് ലെഗും ആബ്സ് മസിലുമാണ്. 5 വർക്കൗട്ടാണ് ലെഗ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, 2 വർക്കൗട്ടാണ് ആബ്സ് മസിലിന് വേണ്ടി ചെയ്യുന്നത്. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വർക്കൗട്ടിലേക്ക് പോകാം. ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ മിനിമം 5 to 10 മിനിറ്റ്സ് എങ്കിലും പ്രോപ്പറായി വാമപ്പ് ചെയ്തിരിക്കണം. വാമപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ വർക്കൗട്ടിലേക്ക് കടക്കാം. ആദ്യത്തെ വർക്കൗട്ട് സ്ക്വാട്ട് ആണ്. സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലെഗ് ഷോൾഡറിനെക്കാളും കുറച്ച് വൈഡായിട്ട് വെക്കുക. അതുപോലെ തന്നെ ടോ കുറച്ച് ഔട്ട് സൈഡിലേക്കായിട്ട് വെക്കുക. സ്ട്രെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഔട്ട് സൈഡിലേക്കായിട്ട് വെക്കുക. നിങ്ങളൊരു ബിഗിനർ ലെവലിലുള്ള ഒരാളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്മിത്ത് മെഷീനിൽ സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. സ്മിത്ത് മെഷീനിൽ സ്ക്വാട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഫോം കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യുവാനും സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് സ്ക്വാട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 to 3 months എങ്കിലും സ്മിത്ത് മെഷീനിൽ സ്ക്വാട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രീ സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. സ്ക്വാട്ട് 4 സെറ്റാണ് ചെയ്യേണ്ടത്: 12, 12, 10, 10. അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് വാരി വലിച്ചിട്ട് ഹാഫ് സ്ക്വാട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 90 ഡിഗ്രിയിലെങ്കിലും താഴേക്ക് പോവുക. ഇനി നിങ്ങൾ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ സ്ക്വാട്ട് ചെയ്യുമ്പോഴും കാല് വയ്ക്കേണ്ടത് സെയിം പൊസിഷനിൽ തന്നെയാണ്. ഫ്രീ സ്ക്വാട്ട് ആണെങ്കിലും 4 സെറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്: 12, 12, 10, 10. ജിമ്മിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വെയിറ്റ് ഇട്ട് ഹാഫ് സ്ക്വാട്ട് ചെയ്യുന്നത്. അതായത് ഒരു 30 ഡിഗ്രിയിൽ മാത്രമാണ് നമ്മൾ ബെൻഡ് ചെയ്യുക. നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 90 ഡിഗ്രിയിലെങ്കിലും താഴേക്ക് പോവുക. ലെഗ് വർക്കൗട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് എക്സസൈസ് കൂടിയാണ് സ്ക്വാട്ട്. ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ വർക്കൗട്ടാണ് ലെഗ് എക്സ്റ്റൻഷൻ. ലെഗ് വർക്കൗട്ടിൽ പൊതുവെ എളുപ്പമുള്ളതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടും കൂടിയാണ് ലെഗ് എക്സ്റ്റൻഷൻ. സ്ക്വാട്ട്, ലെഗ് എക്സ്റ്റൻഷൻ, ലെഗ് പ്രസ്, ഈ വർക്കൗട്ട് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ലെഗിന്റെ ഫ്രണ്ട് മസിൽ, അതായത് ക്വാഡ്രിസെപ്സ് മസിലാണ് വർക്കാകുന്നത്. ഈ ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ ഫ്രീ വെയിറ്റ് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ ആണ്. നിങ്ങളുടെ ജിമ്മിൽ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ വെയിറ്റ് ലോഡഡ് മെഷീൻ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ലെഗ് എക്സ്റ്റൻഷൻ 4 സെറ്റാണ് ചെയ്യേണ്ടത്: 12, 12, 10, 10. ആദ്യത്തെ 2 സെറ്റ് 12 ചെയ്യുക, മൂന്നാമത്തെയും നാലാമത്തെയും 10, 10 വെച്ച് ചെയ്യുക. ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ലെഗ് പ്രസ് ചെയ്യാം. 45 ഡിഗ്രി ലെഗ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലെഗിന്റെ പൊസിഷനാണ്. ഇത്രയും മുകളിൽ വയ്ക്കുകയും വേണ്ട, ഇത്രയും താഴെ വെക്കുകയും വേണ്ട. അതിൻ്റെ മിഡിലായിട്ട് വെക്കുക. അതും നമ്മുടെ ഷോൾഡർ ലെവലിന് കുറച്ച് വൈഡായിട്ട് വെക്കുക. അതുപോലെ തന്നെ ലെഗ് പ്രസ് ചെയ്യുമ്പോൾ താഴേക്ക് മുട്ട് മടക്കുമ്പോൾ മാക്സിമം താഴേക്ക് കൊണ്ടുവരിക. അതായത് ഓൾമോസ്റ്റ് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരിക. അപ്പോഴാണ് നമ്മുടെ ലെഗ് മസിൽ, അതായത് ക്വാഡ്രിസെപ്സ് മസിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുക. ലെഗ് പ്രസ് വർക്കൗട്ടും 4 സെറ്റാണ് ചെയ്യേണ്ടത്: 12, 12, 10, 10. ലെഗ് പ്രസ് ചെയ്യുമ്പോൾ എല്ലാവരും 200, 300 കിലോ ഒക്കെ ഇട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്നൊരു വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കാണാത്തവർക്ക് ആ വീഡിയോ കാണാം. ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ലെഗ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി പാടില്ല. കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസും കുറവാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൂടുതൽ വെയിറ്റ് ഇട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഹാഫ് റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യാണ്ടിരിക്കുക. ഒരു വർക്കൗട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ തന്നെ ചെയ്യുക. ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ടയേർഡ് ആവുകയും ചെയ്യും. അടുത്ത വർക്കൗട്ടാണ് ലെഗ് കേൾ. നമ്മൾ ചെയ്യുന്നത് കാലിൻ്റെ പിറകിലെ മസിലിന് വേണ്ടിയിട്ടാണ്. ഈ മസിലിനെയാണ് ഹാംസ്ട്രിങ് എന്ന് പറയുന്നത്. ലെഗ് കേൾ വർക്കൗട്ട് നമ്മൾ 4 സെറ്റാണ് ചെയ്യുന്നത്: 12, 12, 10, 10. ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്റ്റാമിന, സ്ട്രെങ്ത് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും 100% കോൺസെൻട്രേഷൻ ആ വർക്കൗട്ടിൽ തന്നെ കൊടുക്കുക. അവസാനത്തെ വർക്കൗട്ടാണ് കാഫ് റേസ്. എല്ലാ ജിമ്മിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് സീറ്റഡ് കാഫ് റേസ്. കാഫ് റേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മീഡിയം വെയിറ്റ് ഇട്ട് മാത്രം ചെയ്താൽ മതി. പല ജിമ്മുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് കാഫ് റേസ് ചെയ്യുമ്പോൾ 100, 150, 200 കിലോ ഒക്കെ ഇട്ട് ചെയ്യുന്നത്. ഇതേ ആൾക്കാർ തന്നെ സ്ക്വാട്ട് ചെയ്യുമ്പോൾ 50 കിലോ പോലും ചെയ്യാറില്ല. കാഫ് മസിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു മസിലാണ്. അതിന് ഓവർ ട്രെയിനിങ് ഇല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഇട്ട് ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. മിനിമം ഇല്ലെങ്കിൽ ഒരു നോർമൽ വെയിറ്റ് ഇട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഓവർ വെയിറ്റ് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റും കിട്ടില്ല. കോൺസെൻട്രേഷൻ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം ലെഗൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പമ്പായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതായാലും 3 മാസത്തേക്ക് ബൾക്കിംഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉഷാറാക്കാം. ലെഗ് വർക്കൗട്ടിന് ശേഷം നമ്മൾക്ക് 2 വർക്കൗട്ട് ആബ്സ് മസിലിന് ചെയ്യാം. ആദ്യത്തെ വർക്കൗട്ടാണ് ക്രഞ്ചസ് നമ്മൾ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓരോ സെറ്റും 20 വീതം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ആദ്യത്തെ സെറ്റ് 20 ടൈംസ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം രണ്ടാമത്തെയും അതിനുശേഷം വീണ്ടും ഒരു ബ്രേക്ക് എടുത്ത് മൂന്നാമത്തെ സെറ്റും ചെയ്യാം. ക്രഞ്ചസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് പ്ലാങ്ക് ചെയ്യാം. പ്ലാങ്ക് ചെയ്യുമ്പോൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. മിനിമം 30 സെക്കൻഡെങ്കിലും നിങ്ങൾ പ്ലാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 30 സെക്കൻഡ് നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 45 സെക്കൻഡ്, ഇല്ലെങ്കിൽ 1 മിനിറ്റ്, 1.5 മിനിറ്റ്, 2 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ കോർ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക്. ഇന്നത്തെ ലെഗ്സ് ആൻഡ് ആപ്സ് വർക്കൗട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. അടുത്ത വർക്കൗട്ട് പ്ലാനിന് വേണ്ടിയും കൂടുതൽ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റിന് വേണ്ടിയും നിങ്ങൾക്ക് എന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാം.